ഹായ് ഹലോ എവരി വൺ നമ്മുടെ നെക്സ്റ്റ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് പർപ്പസിനായിരിക്കുള്ളൂ. നമ്മുടെ സ്വിംഗ് ട്രേഡിംഗ് സ്റ്റോക്ക് ബ്രേക്ക് സ്റ്റോക്സ് ആണ് ശരിക്കും ഉള്ളത്. യൂഷ്വലി ഞാൻ പ്രൊവൈഡ് ചെയ്യുന്ന സ്റ്റോക്സ് എല്ലാം ബ്രേക്ക് ഔട്ട് ആയിരിക്കുള്ളൂ. സഡൻ ഒരു മൂവ് ഉണ്ടാവാറുണ്ട് നോർമലി, ഇല്ലെങ്കിൽ നമ്മൾ ചെറിയ എസ് എൽ വെച്ചിട്ട് നമ്മൾ ഇറങ്ങാറുണ്ട്. അത് നിങ്ങൾ ബാക്ക് ടെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ എൻ്റെ പഴയ വീഡിയോസ് നിങ്ങളെല്ലാം നോക്കുവാണെങ്കിൽ സിംഗിൾ സ്റ്റോക്സിൻ്റെ ഫുൾ വീഡിയോ ഉണ്ട് എൻ്റെ യൂട്യൂബ് ചാനൽ പ്ലേലിസ്റ്റിൽ ഞാൻ കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ബാക്ക് ടെസ്റ്റ് അതൊക്കെ എല്ലാം നോക്കുവാണെങ്കിലാണ് അപ്പോൾ കറക്റ്റായിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും നമ്മുടെ സ്റ്റോക്സ് നന്നായിട്ട് പെർഫോം ചെയ്യാറുണ്ട്. ഓക്കെ, സോ ഇനി നമ്മുടെ ഈ വീഡിയോയിലേക്ക് കിടക്കാം. ഇന്നത്തെ സ്റ്റോക്കാണ് നമ്മുടെ സോന കോംസ്. ഓക്കെ, സോന BLW പ്രിസിഷൻ ആണ് ഇതിൻ്റെ ഫുൾ പേര്. ഓക്കെ, സോ ഇത് ഇന്ന് നമ്മളിത് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു നല്ലൊരു പ്രൈസ് ആക്ഷൻ ആയിട്ടുണ്ട്. പ്രൈസ് ആക്ഷൻ എന്ന് പറഞ്ഞാൽ നല്ല ഒരു ബ്രേക്കൗട്ട് പോയിന്റിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇപ്പോൾ ഡെയിലി ടൈം ഫ്രെയിമിലാണ് ഞാൻ ഇത് ആക്ച്വലി നമ്മൾ ചാർട്ട് റീഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ ഫസ്റ്റ് ഞാൻ ഒരു റെക്റ്റാങ്കിൾ എടുക്കുന്നു. റെക്റ്റാങ്കിൾ എടുത്തിട്ട് നമ്മൾ ഈ ഒരു വിഗ് ഉണ്ടല്ലോ, ഓക്കെ, സെല്ലേഴ്സ് ബയേഴ്സ് ഇവിടുന്ന് ബൈയിങ് ജനറേറ്റ് ചെയ്തിട്ട് മുകളിലെ ടോപ്പിൽ കൊണ്ടുപോയി അവിടെ നിന്ന് സെല്ലേഴ്സ് സെല്ലടിച്ചു, റൈറ്റ്. അപ്പോൾ ഈ ഒരു വിഗ് സെല്ലേഴ്സ് സോണാണ്, റൈറ്റ്. അപ്പോൾ ഇത് നമ്മൾ റെഡ് ആക്കി വെച്ചു. ഇതൊരു പ്രൈസ് ആക്ഷൻ വീഡിയോ ആണ്. നിങ്ങൾക്ക് ഇതിനകത്ത് എങ്ങനെയാണ് നമ്മൾ ഓവറോൾ കാൽക്കുലേഷൻ ചെയ്യേണ്ടത്, സ്വിംഗ് സ്റ്റോക്ക് എങ്ങനെ നമ്മൾ ഫൈൻഡ് ചെയ്യേണ്ടത്, ഇതെല്ലാം കൂടിയാണ് ഇത് ഒരു വീഡിയോ. സ്വിംഗ് സ്റ്റോക്ക് മാത്രമല്ല, ബ്രേക്കൗട്ട് മാത്രമല്ല. ഞാൻ ആക്ച്വലി ഫോക്കസ് ചെയ്യുന്നത് ഇപ്പോൾ ലേണിംഗ് ആണ് നമ്മുടെ മെയിൻ. എൻ്റെ ഉദ്ദേശം ലേൺ ചെയ്യുക, എങ്ങനെ ഫൈൻഡ് ചെയ്യുക, നിങ്ങൾ തന്നെ എല്ലാം കൂടി ഒന്ന് പഠിക്കുക. അപ്പോൾ ഇത് നിങ്ങൾ സ്വിംഗ് സ്റ്റോക്കിൽ മാത്രമല്ല, ഓവറോൾ ചാർട്ട്, ഏത് ചാർട്ടായാലും നിങ്ങൾ ആ ചാർട്ടിൽ ഇത് ഓവറോൾ ഇത് നിങ്ങൾക്ക് അതൊന്ന് എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് ഉണ്ടാവും. നിങ്ങൾക്കത് ചാർട്ട് റീഡ് ചെയ്യാൻ പറ്റും ശരിക്കും, റൈറ്റ്. അപ്പോൾ നമ്മൾ ചാർട്ടിലേക്ക് കിടക്കാം. സോ ഇത് റെഡ് സോൺ ആണ്. ഇപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് നോക്കുകയാണെങ്കിൽ ഈ റെഡ് സോൺ നമ്മൾ ഇവിടെ ഈ വിഗിൽ നമ്മൾ അങ്ങനെ വരച്ച് വെച്ചു. കാരണം അവിടെ നിന്ന് സെല്ലർ ഹ്യൂജ് ക്വാണ്ടിറ്റിയിൽ സെല്ലടിച്ചു, അതുകൊണ്ടല്ലേ പ്രൈസ് ഇത്രയ്ക്ക് താഴെ കൊണ്ടുപോയി. പിന്നെ ഇവിടുന്ന് ഈ ഒരു സ്ട്രക്ചറിന് നമ്മൾ സപ്പോർട്ട് എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്തു, മുകളിലേക്ക് കൊണ്ടുപോയി. ഓക്കെ, ഈ ഒരു ഏരിയയിൽ ഒരു സപ്പോർട്ട് ബേസ് ഉണ്ടാക്കിയിട്ട് പ്രൈസ് വീണ്ടും മുകളിലേക്ക് കൊണ്ടുപോയി കഴിഞ്ഞിട്ട് ഇവിടെ ഈ റെഡ് ക്യാൻഡിൽ ആ സോണിൽ ടച്ച് ആയപ്പോൾ തന്നെ വീണ്ടും സെൽ വന്നു, റൈറ്റ്. പിന്നെ സപ്പോർട്ട് എടുത്തിട്ട് വീണ്ടും മുകളിലേക്ക് കയറി, പിന്നെ ഈ സോണിൽ തന്നെ വീണ്ടും സെൽ ഓഫ് വന്നു. അങ്ങനെ പിന്നെ ഒരു ഹൈയും ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് കണ്ടോ, റൈറ്റ്. കണ്ടോ, ഹൈ, ഒരു ലോ, ദെൻ ഹൈ, പിന്നെ ലോ, പിന്നെ ഹൈ, പിന്നെ ലോ, പിന്നെ വീണ്ടും ഒരു ഹൈ പ്രൈസ്. അവിടെ പ്രൈസ് കണ്ടോ, വീണ്ടും ഒരു ഹൈ നമ്മൾ ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് പ്രൈസ് ഇപ്പോൾ ക്ലോസ് ആയിരിക്കുന്നത് നിയർ ആ സോണിൻ്റെ ആ ഒരു ടോപ്പ്. ഇതുവരെ പ്രൈസ് ഈ ഒരു ടോപ്പിൽ, ഈ ഒരു ലെവലിൽ 750 ആ ലെവലിൽ ഇതുവരെ പ്രൈസ് ക്ലോസ് ആയിട്ടുണ്ടായിരുന്നില്ല. ഐ തിങ്ക് 1-2 ഈ ഒരു ക്യാൻഡിൽ മാത്രമേ ഉള്ളൂ. ഓക്കെ, അതുവരെ നേരത്തെ ടച്ചായി, ദാറ്റ് മീൻസ് അവിടെ ടച്ച് ചെയ്തു, ആ റെഡ് ബോക്സ് വീണ്ടും ഇറങ്ങി, പിന്നെ ടച്ച് ചെയ്തു, പിന്നെ ഇറങ്ങി. സോ പ്രൈസ് എന്തായാലും ബയേഴ്സ് നല്ലൊരു ക്വാണ്ടിറ്റിയിൽ ഒരു ബൈ എടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അവരുടെ ഒരു പൊസിഷൻ, ഒരു ബുള്ളിഷ്നെസ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് പറയാം, റൈറ്റ്. പിന്നെ അപ്പോൾ നമ്മുടെ ഇത് തിന്നാക്കി എടുക്കാം, റൈറ്റ്. പിന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ പ്രൈസ് ദാറ്റ് മീൻസ് ഓവറോൾ ആ ഒരു ഏരിയയുടെ ഈ ഒരു ഏരിയ ആണ് 765 എന്ന് പറയാം. ഓക്കെ, 765 ആണ് നമ്മുടെ ബൈങ് സോൺ, നമ്മൾ ബൈ ചെയ്യേണ്ട ഏരിയ ആയിരിക്കുള്ളൂ. അത് നമ്മുടെ ഗ്രീൻ ലൈൻ ആക്കി നമ്മളിത് മാർക്ക് ചെയ്ത് വെക്കുക. ഗ്രീൻ ലൈൻ ആക്കി, യെസ്, ഹൊറിസോണ്ടൽ ലൈൻ, അത് ഗ്രീൻ ലൈൻ ആക്കി 765 ആണ് നമ്മുടെ അപ്പോൾ എൻട്രി പ്രൈസ് ആയിരിക്കുള്ളൂ കേട്ടോ, നമ്മുടെ എൻട്രി പ്രൈസ്. പിന്നെ ഇവിടെ ഒരു സപ്പോർട്ട് എങ്ങനെ വരുന്നു, ഈ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ ഇങ്ങനെ ചരിച്ച് ഇങ്ങനെ ക്രോസ് ആയിട്ട് ഇങ്ങനെ വരികയാണെങ്കിൽ ഇതൊരു സപ്പോർട്ട്. ഇവിടുന്ന് റെഗുലർ പ്രൈസ് എപ്പോൾ വന്നാലും, ഓക്കെ, ഫസ്റ്റ് ഇവിടുന്ന്, ദെൻ സെക്കൻഡ് ടാപ്പ്, പിന്നെ വീണ്ടും പോയി, പിന്നെ തേർഡ് ടാപ്പ്. ഇനി പ്രൈസ് ബൈ ചാൻസ് താഴേക്ക് ഇവിടെ വന്നാൽ 720 ഏരിയയിൽ പ്രൈസ് ഇനി വരികയാണെങ്കിൽ ഈ ഏരിയയിൽ വീണ്ടും ഇവിടെ സപ്പോർട്ട് എടുക്കാനുള്ള ചാൻസസ് കൂടുതലാണ്. റീസൺ ഇവിടെ നിന്ന് എന്ന് വെച്ചാൽ ബൈ നടന്നുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ഇനി ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടിയാൽ 720 ഏരിയ ഇവിടുന്ന് ബൈ എടുക്കാം. അപ്പോൾ ചെറിയ SL ഉണ്ടാവുള്ളൂ 695 ബിലോ. ഈ ഒരു ഗ്രീൻ ക്യാൻഡലിൻ്റെ നമ്മുടെ ഈ ഗ്രീൻ ക്യാൻഡലിൻ്റെ വിഗിൻ്റെ ബിലോ 695.
എൻട്രി 720 വരുന്നുള്ളൂ. ഈ ഒരു ഏരിയ 720 or 715 ഇവിടെ പ്രൈസ് നമുക്ക് കിട്ടുന്നത്. അതനുസരിച്ച് 700 to 720 ഏരിയയിൽ. ഓക്കെ, ഇപ്പോൾ ക്ലോസിങ് ഇതിൻ്റെ ബിലോ കിട്ടിയാൽ നമ്മുടെ SL ആയിരിക്കുള്ളൂ. അത് ചെറിയൊരു SL-ആണ്. പിന്നെ ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ യൂഷ്വലി ബ്രേക്ക് ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്രേക്ക് ഔട്ട് വരുന്നത് സ്കാൻഡൽ 765 അബവ് സസ്റ്റെയിൻ ആയാൽ 765 അബവ് സസ്റ്റെയിൻ ആയാൽ നമ്മുടെ ബ്രേക്ക് ഔട്ട് എൻട്രി വരുള്ളൂ. ഓക്കെ, അതാണ് നമ്മുടെ ഇതിൻ്റെ ഒരു ലോജിക്. പിന്നെ ഇനി വരുന്നത് എന്താണെന്ന് വെച്ചാൽ ടാർഗറ്റ് എന്താണ്? ടാർഗറ്റ് നമ്മൾ ഫിബൊനാച്ചി വെച്ചിട്ട് ലേറ്റസ്റ്റ് ഹൈ ചെയ്ത കഴിഞ്ഞ ദിവസം ഇന്നലത്തെ ഒരു വീഡിയോയിൽ ഒരു നമ്മുടെ ഒരു വ്യൂവർ അവർ ഇതിനോട് ഫിബൊനാച്ചി ഇങ്ങനെ യൂസ് ചെയ്യണമെന്ന്, ഫിബൊനാച്ചിൻ്റെ ടോപ്പ് ആൻഡ് ഹൈ മുകളിൽ നിന്ന് താഴേക്ക് പിടിക്കണമെന്ന് വെച്ചാൽ അവർ ചോദിച്ചായിരുന്നു. അപ്പോൾ അവർക്കും ഇതൊരു അവരുടെ ഒരു കമൻറ്റിൻ്റെ കൂടി റിപ്ലൈ എന്ന് പറയാം. ഫിബ് റീട്രേസ്മെൻറ്റ് എടുക്കാം. മുകളിലത്തെ ടാർഗറ്റാണ് നമുക്ക് എടുക്കേണ്ടത്. സോ ഇത് കണ്ടോ, മുകളിലത്തെ ടോപ്പ് പിടിക്കാം. ലേറ്റസ്റ്റ് ടോപ്പ് അതല്ലേ നമ്മുടെ ലേറ്റസ്റ്റ് ലോ ഏതാണ്? ഇതാണ്. ഓക്കെ, അതാണ് നമ്മുടെ ഇപ്പോൾ ലേറ്റസ്റ്റ് ലോ വരുന്നത്. സോ ടാർഗറ്റ് നമുക്ക് കിട്ടി ഇവിടെ കണ്ടോ. ഫിബൊനാച്ചിയിൽ ഇതാണ് നമ്മുടെ ഒരു ഗുണം. നിയറസ്റ്റ് ടാർഗറ്റ് വരുന്നത് 800 ആണ്. 50 പോയിൻറ്റ്സ് ഐ തിങ്ക് ഇനഫ് ആണ് സിംഗിൾ ഡേയിൽ കിട്ടിയാൽ. 50 പോയിൻറ്റ്സ് മീൻസ് നല്ല ഒരു പെർസെൻറ്റേജ് ആയിരിക്കും. 50 പോയിൻറ്റ്സ് പറഞ്ഞാൽ ഐ തിങ്ക് 4 or 5% ആയിരിക്കും. സഡൻ ഇൻട്രഡേയിൽ അത് കിട്ടിയാൽ ഇതിൻ്റെ അടുത്തുന്ന ക്യാൻഡിൽ നോക്കുക. 5 minutes ടൈം ഫ്രെയിമിൽ ഒത്തിരി പേരുടെ അടുത്ത് ചോദിക്കാറുണ്ട് നമ്മൾ അവിടെ എങ്ങനെ ബുക്ക് ചെയ്യേണ്ടത്. സോ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ? 5 minutes ടൈം ഫ്രെയിമിൽ നമ്മൾ വരിക. നമ്മൾ പ്രൈസ് സപ്പോസ് നമ്മൾ ഇവിടുന്ന് എൻട്രി എടുത്തു. ഓക്കെ, എൻട്രി എടുത്ത് പ്രൈസ് മുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. 5 minutes ഈ ഏരിയയിൽ വരുമ്പോൾ നമ്മൾ 5 minutesലേക്ക് മാറുക. 5 minutes മാറി കഴിഞ്ഞിട്ട് നമ്മൾ എന്താ ചെയ്യുക? ഇവിടെ ക്യാൻഡിൽ നോക്കണം. 5 minutesൻ്റെ ക്യാൻഡിൽ ഹെൽത്തി ഗ്രീൻ ക്യാൻഡിലാണോ ഡോജി ആണോ പെർഫോം ചെയ്യണേ ആ ഏരിയയിൽ വന്നു കഴിഞ്ഞിട്ട് ആ പ്രൈസ് ആ ഏരിയ ടച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്, ഓർ റെഡ് ക്യാൻഡിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്ത് കളയാം. കാരണം വെച്ചാൽ താഴേക്ക് വന്നിട്ട് പിന്നെ ഒരു റീട്രേസ്മെൻറ്റ് തന്നിട്ട് പിന്നെ മുകളിലേക്ക് പോവുള്ളൂ. അല്ലെങ്കിൽ അവിടുന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യും. കാരണം ഇവിടെ നിന്ന് താഴെ നിന്നിരിക്കുന്ന ആളുകൾ നമ്മുടെ ആ താഴെ നിന്നിരിക്കുന്ന ആളുകൾ അവർ എന്ത് ചെയ്യും? അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ നോക്കും. റീസൺ എന്ന് വെച്ചാൽ അവർക്ക് അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടി കാണുമല്ലോ. അതുകൊണ്ടാണ് അവർ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനുള്ളത്. സപ്പോസ് ഇത് ഇവിടെ 665 ആരെങ്കിലും ഹ്യൂജ് ക്വാണ്ടിറ്റി ബൈ ചെയ്തിട്ടുണ്ട് 665. സോ അവർ ബുക്ക് ചെയ്യുന്നത് 800 ആണ്. മീൻസ് ഇന്നഫ് പ്രോഫിറ്റാണ് അവർക്ക്, നല്ല പ്രോഫിറ്റ്. സോ ചെറിയൊരു റീട്രേസ്മെൻറ്റ്, ചെറിയൊരു ബുക്കിംഗ് വരും. മാർക്കറ്റ് ഇപ്പോൾ ഓൺ ടോപ്പാണ്, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. സോ അവർ തീർച്ചയായിട്ടും അവർ ബുക്ക് ചെയ്യും. ഇതിൻ്റെ അബവ് പോയ നെക്സ്റ്റ് ടാർഗറ്റ് നമ്മുടെ 840 വരുന്നുണ്ട്. റൈറ്റ്, 840 ആണ് നമ്മുടെ നെക്സ്റ്റ് ടാർഗറ്റ് വരുന്നത്. ഫിബൊനാച്ചി വെച്ചിട്ടാണ് നമ്മൾ എടുക്കാറുള്ളൂ. ഓക്കെ, സോ ഇനി ഫിബൊനാച്ചിയുടെ ഇത് നമ്മൾ മാറ്റി. റൈറ്റ്, ഇപ്പോൾ ഇത്ര കഴിഞ്ഞോ. പിന്നെ വേറൊരു കാര്യം, മൾട്ടി ടൈം ഫ്രെയിമിൽ നമ്മൾ ശരിക്കും ചെക്ക് ചെയ്യേണ്ടതാണ്. ഞാനിപ്പോൾ നോക്കി, ഞാൻ ചാർട്ടൊന്ന് റീഡ് ചെയ്തായിരുന്നു. നമ്മൾ വീക്ക്ലി ചാർട്ടിൽ പോവാം. വീക്ക്ലി ചാർട്ടിൽ പോയി കഴിഞ്ഞിട്ട് നമ്മളൊന്ന് നോക്കുകയാണെങ്കിലുണ്ടല്ലോ, ഇവിടെ ഒരു ചാനൽ ടൈപ്പാണ് ഇവിടെ എനിക്ക് കാണുന്നത്. ഇതൊരു ചാനലാണ് എനിക്കവിടെ കാണുന്നത്. സോ ഇപ്പോൾ നമ്മൾ ഇവിടുന്ന് പാരലൽ ചാനൽ എടുക്കാം. ചാനലിൻ്റെ അപ്പർ പോർഷൻ, ഓക്കെ, ചാനലിൻ്റെ ലോവർ പോർഷൻ. ഇത് കണ്ടോ, ഇതൊരു ചാനലിലാണ് ഇപ്പോൾ ശരിക്കും പ്രൈസ് ഉള്ളത്. കണ്ടോ? സോ എന്താ ചാൻസസ് ഉള്ളത്? ചാനലിൽ ഈ താഴെ വന്നാലും ഇവിടുന്ന് ബൈ വരാൻ ചാൻസ് ഉണ്ട്. പ്രൈസ് ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് ആയാൽ മുകളിലെ ചാനലിൻ്റെ റെസിസ്റ്റൻസ് വരുന്നത് 800 ആണ്. റൈറ്റ്, കണ്ട 800 കറക്റ്റ് അവിടെ സിങ്ക് ആവുന്നുണ്ട്. ചാനലിൻ്റെ ആ ടോപ്പ് കറക്റ്റ് അവിടെ സിങ്ക് ആവുന്നുണ്ട്. 800 ഉണ്ട് അവിടെ തന്നെ. സോ നമ്മൾ ഇവിടുന്ന് എൻട്രി എടുക്കുകയാണെങ്കിൽ 800 അവിടെ നിന്ന് ബുക്ക് ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ അടിച്ച് കയറുവാണെങ്കിൽ, മീൻസ് നല്ലൊരു വോല്യൂമാണ്, ഒരു കുഴപ്പമൊന്നുമില്ല, അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഈസിലി സസ്റ്റെയിൻ ചെയ്യുക. അപ്പോൾ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസസ് പിന്നെ കൂടുതലായിരിക്കും. ദാറ്റ് മീൻസ് പിന്നെ നമ്മൾ ശരിക്കും കുറച്ച് ക്വാണ്ടിറ്റി നമുക്ക് ഹോൾഡും ചെയ്യാം. ഓക്കെ, സപ്പോസ് നിങ്ങൾ ഒരു 100 ക്വാണ്ടിറ്റി എടുക്കുകയാണെങ്കിൽ 70 or 75% നമ്മൾ ബുക്ക് ചെയ്യുക 800 അവിടെ തന്നെ. ബാക്കി ട്രെയിൽ ചെയ്യുക, ബാക്കി ക്വാണ്ടിറ്റി നമ്മൾ ട്രെയിൽ ചെയ്ത് വെക്കാം. ഓക്കെ, സോ അങ്ങനെ മൾട്ടി ടൈം ഫ്രെയിമിൽ നമ്മൾ ചെക്ക് ചെയ്യേണ്ടതാണ്. 800 ആ ഒരു ലെവൽ എത്ര പവർഫുൾ ആണെന്ന് ഞാൻ പറയട്ടെ. ഇവിടെ ഇത് കണ്ടോ, വീക്ക്ലി ടൈം ഫ്രെയിമിൽ നേരത്തെ ഇവിടെ നിന്ന് 800 ഏരിയന് വീണ്ടും ഒരു സെൽ ഓഫ് വന്നിട്ടുണ്ട്. ദാറ്റ് മീൻസ് 800 ആ 795 എന്ന് പറയാം, 795-96 അത് നല്ല ഒരു സെല്ലിംഗ് സോൺ ആയിരിക്കുള്ളൂ. അവിടെ ടച്ച് ചെയ്ത ഒരു റീട്രേസ്മെൻറ്റ് താഴേക്ക് വരും. ഓർ അതിൻ്റെ അബവ് പോയാൽ നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാൻ ചാൻസസ് ഉണ്ടാവും. പിന്നെ ഈ 740 ഐ തിങ്ക് 80H ആണ് ഇത്, 740 ഈ ഒരു 840 അതുകൂടി ബ്രേക്ക് ചെയ്ത് പിന്നെ
ഐ തിങ്ക് നല്ലൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ പിന്നെ 900 വരെ നമുക്ക് ഈസിലി 900 വരെ നമുക്ക് വെയിറ്റ് ചെയ്യാൻ നല്ല ടാർഗറ്റ്സ് കിട്ടാൻ പറ്റും. അപ്പോൾ ദാറ്റ് മീൻസ് ഇതിൻ്റെ ഒരു ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. ഓവറോൾ ഈ സ്ട്രക്ചറിൻ്റെ ഫുൾ ബ്രേക്ക് ഔട്ട് ഉണ്ടാവും. വീക്ക്ലി ടൈം ഫ്രെയിമിൽ, ഡെയിലി ടൈം ഫ്രെയിമിൽ, ഓവറോൾ എല്ലാത്തിനും ഒരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസസ് നമുക്ക് കൂടുതലുണ്ടാവും. സോ നമ്മുടെ ലാസ്റ്റ് ആൻഡ് ഫൈനൽ ടാർഗറ്റ് നമുക്ക് വെക്കാനാണെങ്കിൽ 900 വരെ നമുക്ക് വെക്കാം. ഇത് ശരിക്കും നല്ല മുകളിലേക്ക് പോകേണ്ടതാണ്. റീസൺ എന്ന് വെച്ചാൽ ഇത് ആഫ്റ്റർ കുറേ നാൾ കഴിഞ്ഞിട്ടാണ്, ഇപ്പോൾ ഇനി 2022 2022 ഈ ഒരു ഓൾ ടൈം ഹൈ അടിച്ചായിരുന്നു. ഇനി അതിൻ്റെ അടുത്തായി കിടക്കുന്നു. ഓവറോൾ നമ്മൾ ഈ സ്ട്രക്ചർ നോക്കുകയാണെങ്കിൽ കണ്ടോ. സോ ഇവിടുന്ന് നല്ലൊരു സപ്പോർട്ട് 400 സപ്പോർട്ട് എടുത്തിട്ടാണ് ഡബിൾ ബോട്ടം ഉണ്ടാക്കിയിട്ടാണ് പ്രൈസ് ഓൾമോസ്റ്റ് മുകളിലേക്ക് കയറുന്നത്. സോ ചാൻസസ് ഉണ്ട് വീണ്ടും ഇവിടുന്ന് ബ്രേക്ക് ഔട്ട് തരാനുള്ള ചാൻസസ് ആണ്. ബട്ട് മാർക്കറ്റ് ഓൾ ടൈം ഹൈ ആയതുകൊണ്ടാണ് ചെറിയൊരു എനിക്കൊരു പേടി. സോ കെയർഫുൾ ആവുക. ആ ഏരിയയിൽ മോസ്റ്റ്ലി നമ്മൾ ക്വാണ്ടിറ്റി ബുക്ക് ചെയ്യുന്നതിനാണ്. ഓക്കെ. സോ ഇനി ഇതിൻ്റെ ഒരു ചാനലിൻ്റെ ഇത് കഴിഞ്ഞു. സോ നാളെ ഓർ മറ്റന്നാൾ എപ്പോഴാണ് നിങ്ങൾക്ക് എൻട്രി കിട്ടുന്നത് നമ്മുടെ ഈ ഏരിയയിൽ ഞാൻ പറയണത് ഏത് ഏരിയ നമ്മൾ 700 to 710 ഇവിടെ നിന്ന് ബൈങ് കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് ബൈ ചെയ്യുക. അല്ലെങ്കിൽ ഇതിൻ്റെ അബവ് 765 അബവ് ആണെങ്കിൽ 800 and 840 നമ്മൾ 2 ടാർഗറ്റ്സിൽ നമ്മൾ ബുക്ക് ചെയ്ത് മാറുക. ഓക്കെ. സോ നല്ല ഒരു വീഡിയോ ആണ്. ഐ തിങ്ക് ഇത് നിങ്ങൾക്ക് പ്രൈസ് ആക്ഷൻ വീഡിയോ ആയി, ഫിബൊനാച്ചി എങ്ങനെ യൂസ് ചെയ്യണം അതുകൂടിയായി, മൾട്ടി ടൈം ഫ്രെയിമിൽ നമ്മൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടത്, ഒരു ചാർട്ട് ഏത് ചാർട്ടായാലും നമ്മുടെ ചാർട്ട് നമ്മൾ ഇങ്ങനെ നമ്മൾ റീഡ് ചെയ്യേണ്ടത് അതും കൂടിയായി. പിന്നെ ഒരു സ്വിംഗ് ട്രേഡിങ്ങിൻ്റെ വീഡിയോ കൂടിയാണ് അത് ഓവറോൾ. സോ നന്നായിട്ട് ഞാൻ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കാറുണ്ട്. നിങ്ങൾ അതുകൊണ്ട് എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് എല്ലാവരും കൂടി. ഓക്കെ. ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ ചാനൽ ഗ്രോ ചെയ്യാൻ നിങ്ങൾ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യണം. എൻ്റെ വ്യൂവേഴ്സ് എല്ലാവരും കൂടി, ഇതൊരു ഫാമിലിയാണ്. സോ എല്ലാവരും കൂടി ഹെൽപ്പ് ചെയ്യുക. ഓക്കെ. സോ താങ്ക് യു സോ മച്ച്. സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ.